Hello guys, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ തന്നെ കുറച്ച് ഹിഡൻ ടിപ്സ് ആൻഡ് ട്രിക്സും ആണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു യുവർ ചാനൽ സെല്ലുലാർ. ഓക്കെ ഫസ്റ്റ് ഒക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ജിമെയിൽ അക്കൗണ്ട് കാണും. അതിൻ്റെ അകത്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി അത് ഓരോന്നും നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് ഈ ഒരു കാണുന്ന രീതിയിലായിരിക്കും. ജസ്റ്റ് ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴോട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഓരോ അക്കൗണ്ട് സെലക്ട് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും മിക്കുള്ളവരെല്ലാവരും ചെയ്യുന്നത്. ഇനി ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരത്തില്ല. അതിന് വേണ്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു ഐക്കൺ ബാർ ജസ്റ്റ് താഴോട്ടോ മുകളിലോട്ടോ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത അക്കൗണ്ടിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ആവുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. ജസ്റ്റ് മുകളിലോട്ടോ താഴോട്ടോ ഒന്ന് സ്വൈപ്പ് ചെയ്ത് അത്ര മതി. ഓക്കെ, നമ്മൾ പലരും ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ആ ലോഗോയുടെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാനേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മാനേജ് ആപ്ലിക്കേഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താഴെ ആപ്ലിക്കേഷൻ്റെ അവിടെ സെൻഡ് അതുപോലെ റിസീവ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ ആണോ സെലക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് അത് ഇതുപോലെ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് എങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ പ്രൊഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് ഓൾ ആപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ആ സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ലീസ്റ്റ് യൂസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ജസ്റ്റ് അതിലൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ഒരു ലിസ്റ്റ് കാണുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ ആയിരിക്കും ഫസ്റ്റ് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷനാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് അത് ഇതുപോലെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് നിങ്ങളുടെ ഫോണിലോട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. പക്ഷേ ആ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് ചിലതിൻ്റെ അകത്ത് ബഗ്സും അതുപോലെ തന്നെ ഗ്ലിച്ചസും ഒത്തിരി കാണും. നമ്മൾ ആദ്യം വിചാരിക്കും നമ്മുടെ ആ ഒരു ഫോണിൻ്റെ കുഴപ്പമായിരിക്കും ഈ ഒരു ബഗ്ഗും ഗ്ലിച്ചസും ഒക്കെ വരാൻ കാരണമെന്ന്. അപ്പോൾ അതൊരു ഫോണിൻ്റെ കുഴപ്പമാണോ അതോ ഒരു ആപ്ലിക്കേഷൻ്റെ കുഴപ്പമാണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നോക്കി അറിയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് എടുക്കുന്നത് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് റേറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓൾ എന്ന് പറഞ്ഞാൽ അവിടെ മോസ്റ്റ് റെലവൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ദീസ് ഡിവൈസ് മോഡൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിവൈസുള്ള ആൾക്കാരുടെ റിവ്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൻ്റെ നിന്നാണോ അതോ ഈ ഒരു ഗെയിമിൻ്റെ തന്നെ ആണോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേ സ്റ്റോർ അപ്ഡേറ്റഡ് ആണോ എന്ന് നമ്മൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതിനുള്ള ഓപ്ഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടി ജസ്റ്റ് പ്ലേ സ്റ്റോറിന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലുള്ള ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് എബൌട്ട് സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അപ്ഡേറ്റ് ചെയ്യാനുള്ള എത്ര MB ആണോ അത് കാണിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും വരിക. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.